വി.ഡി. സതീഷിനെതിരായ NSS വിമർശനത്തിന് പിന്നിൽ ചെന്നിത്തലയെന്ന് കോൺഗ്രസിനുള്ളിൽ വിമർശനം. മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ട് രമേശ് ചെന്നിത്തല നടത്തിയ നീക്കമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ നിലപാട്. ഐ ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിക്കാനും പഴയ എ ഗ്രൂപ്പ് നേതാക്കളെ ഒപ്പം നിർത്താനും ശ്രമം ആരംഭിച്ച ചെന്നിത്തല വി.ഡി. സതീശന്റെ ശൈലിയോട് KPCC അധ്യക്ഷനും മുതിർന്ന നേതാക്കൾക്കുമെല്ലാം അതൃപ്തിയാണ്. വെള്ളാപ്പള്ളിക്ക് പിന്നാലെ NSS ജനറൽ സെക്രട്ടറി J. സുകുമാരൻ നായരും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ പരസ്യമായി രംഗത്ത് വന്നതിന് പിന്നിൽ രമേശ് ചെന്നിത്തലയുടെ ഇടപെടലെന്നാണ് കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള വിമർശനം. മുഖ്യമന്ത്രി സ്ഥാനം കൊതിക്കുന്ന ചെന്നിത്തല വി.ഡി. സതീശനെതിരെ നീക്കങ്ങൾ സജീവമാക്കിയിരുന്നു. ഐ ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിക്കാനും പഴയ എ ഗ്രൂപ്പിലെ മിക്കവാറും നേതാക്കളെ ഒപ്പം നിർത്താനും ചെന്നിത്തല ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. സുകുമാരൻ നായരുടെ താക്കോൽ സ്ഥാനം പരാമർശമാണ് 2014 ചെന്നിത്തല ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ കാരണം. പക്ഷേ അന്നുണ്ടായ തർക്കങ്ങളെ തുടർന്ന് ഇരുവരും ദീർഘകാലത്തേക്ക് അകൽച്ചയിലുമായിരുന്നു. കഴിഞ്ഞ മന്നം ജയന്തി ദിനത്തോടെയാണ് 11 വർഷങ്ങൾക്ക് ശേഷം ചെന്നിത്തല പെരുന്നയിലെത്തുന്നതും അകൽച്ച അവസാനിക്കുന്നതും. പിന്നാലെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണെന്ന് വെള്ളാപ്പള്ളിയുടെ പരാമർശവും വന്നു. ശേഷം SNDP സംസ്ഥാന വേദികളിലുമെല്ലാം ചെന്നിത്തല പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇതിനിടയിലാണ് ജമാഅത്തെ ഇസ്ലാമിയെയും SDPയെയും പോലെയുള്ള സംഘടനകളെ പ്രീണിപ്പിക്കാൻ വി.ഡി. സതീശൻ വെള്ളാപ്പള്ളിക്കെതിരെ പരാമർശം നടത്തുന്നത്. ഇതോടെ സതീശനോടുള്ള അതൃപ്തി ഭൂരിപക്ഷ സമുദായ നേതാക്കൾക്കിടയിൽ വർദ്ധിക്കുകയും ചെയ്തു. ഇത് ചെന്നിത്തല മുതലെടുക്കുകയാണെന്നാണ് കോൺഗ്രസിനുള്ളിലെ വികാരം. അതേസമയം ഹിന്ദു സമുദായ നേതാക്കളെ അവഹേളിക്കുന്ന സതീശന്റെ ശൈലിയിൽ കോൺഗ്രസിലെ വലിയൊരു വിഭാഗം നേതാക്കൾക്കും അതൃപ്തിയുണ്ട്. സമുദായ നേതാക്കളുടെ തിണ്ണനിരങ്ങില്ലെന്ന് പറയുന്ന സതീശൻ ക്രിസ്ത്യൻ മുസ്ലിം മതനേതാക്കളെ പ്രീണിപ്പിക്കാൻ നടത്തുന്ന ശ്രമം ജനങ്ങൾ കാണുന്നുണ്ടെന്നാണ് പൊതുവികാരം. NSSനെ പിന്തുണച്ച് K. മുരളീധരനും തിരുവഞ്ചൂരും രംഗത്ത് വന്നതും KPCC അധ്യക്ഷൻ സതീശനെ പിന്തുണയ്ക്കാത്തതുമെല്ലാം ഇതുകൊണ്ട് തന്നെ. ജനം, തിരുവനന്തപുരം.